സാധാരണയായി ഫോസ്ഫേറ്റ് ജലത്തിൽ പ്രത്യേകിച്ച് കുടിവെള്ളത്തിൽ എത്തിച്ചേരുന്നത് ഒന്നുമില്ലെങ്കിൽ ഫോസ്ഫറസ് നിറഞ്ഞ പാറകളിലൂടെ ഒഴുകുന്ന ജലത്തിലൂടെ അലിഞ്ഞു ചേരുന്ന ഫോസ്ഫേറ്റ് ആവാം. അതല്ല എന്നുണ്ടെങ്കിൽ വ്യാവസായിക മാലിന്യങ്ങൾ കുടിവെള്ള സ്രോതസ്സുകളിൽ എത്തിച്ചേർന്നിട്ടോ അല്ലെങ്കിൽ കൃഷിയിടങ്ങളിൽ അമിതമായി ഉപയോഗിക്കുന്ന രാസവളത്തിൻ്റെ അവശിഷ്ടം കുടിവെള്ള സ്രോതസ്സുകളിൽ എത്തിച്ചേർന്നിട്ടോ അങ്ങനെയുള്ള പല മാർഗങ്ങളിലൂടെയാണ്. പക്ഷേ ഈ ഫോസ്ഫേറ്റ് കുടിവെള്ളത്തിൽ എത്തിച്ചേർന്നാൽ അതിൻ്റെ പ്രധാന അപകടം അത് അമിതമായ ആൽഗയുടെ വളർച്ചയ്ക്കും ജലസസ്യങ്ങളുടെ വളർച്ചയ്ക്കും കാരണമാകുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ ആൽഗയും ജലസസ്യങ്ങളും അമിതമായി വളരുമ്പോൾ അവ ആ കുടിവെള്ള സ്രോതസ്സ് അടങ്ങുന്ന ആവാസ വ്യവസ്ഥയ്ക്ക് അതിൻ്റെ പാരിസ്ഥിതിക ധർമ്മങ്ങൾ നിറവേറ്റാൻ കഴിയാതെ വരികയും പെട്ടെന്ന് ജല ഗുണനിലവാരം മോശമാവുകയും ചെയ്യും. കുടിവെള്ളത്തിൽ ഫോസ്ഫേറ്റിൻ്റെ അംശം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാനുള്ളൊരു ടെസ്റ്റ് ഉണ്ട്. നമുക്ക് ആ ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. ഫോസ്ഫേറ്റ് എന്ന വാട്ടർ ക്വാളിറ്റി പാരാമീറ്റർ വാട്ടർ ക്വാളിറ്റി ടെസ്റ്റിംഗ് കിറ്റ് ഉപയോഗിച്ച് എങ്ങനെ ടെസ്റ്റ് ചെയ്യാമെന്ന് പരിചയപ്പെടാം. ഇതിനായി ഈ കിറ്റിൽ PR1, PR2 എന്ന് 2 റിയേജൻറ്റുകളും കൂടാതെ ഒരു ടെസ്റ്റ് ട്യൂബ്, 2 ഡ്രോപ്പർ, ഒരു മെഷറിംഗ് സിലിണ്ടർ എന്നിവയാണ് നൽകിയിരിക്കുന്നത്. ടെസ്റ്റ് തുടങ്ങുന്നതിന് മുൻപായി എല്ലാ സാധനങ്ങളും ശുദ്ധമായ ജലത്തിൽ കഴുകി വൃത്തിയാക്കേണ്ടതാണ്. ആദ്യം ടെസ്റ്റ് ട്യൂബ് കഴുകി വൃത്തിയാക്കുക. മെഷറിംഗ് സിലിണ്ടർ ശുദ്ധമായ ജലത്തിൽ കഴുകി വൃത്തിയാക്കുക. 2 ഡ്രോപ്പറുകളും ശുദ്ധമായ ജലത്തിൽ കഴുകി വൃത്തിയാക്കുക. ടെസ്റ്റ് ചെയ്യാനുള്ള സാമ്പിൾ മിക്സ് ചെയ്തതിന് ശേഷം ഇതുപയോഗിച്ച് ടെസ്റ്റ് ട്യൂബും മെഷറിംഗ് സിലിണ്ടറും റിൻസ് ചെയ്യേണ്ടതാണ്. ആദ്യം ടെസ്റ്റ് ട്യൂബ് സാമ്പിൾ ഉപയോഗിച്ച് റിൻസ് ചെയ്യുക. അതിനുശേഷം മെഷറിംഗ് സിലിണ്ടർ സാമ്പിൾ ഉപയോഗിച്ച് റിൻസ് ചെയ്യുക. ഈ ടെസ്റ്റ് ചെയ്യേണ്ടതിനായി 5 ml സാമ്പിളാണ് ആവശ്യം. അത് മെഷറിംഗ് സിലിണ്ടറിൽ അളന്ന് എടുക്കുക. മെഷറിംഗ് സിലിണ്ടറിൽ സാമ്പിൾ അളന്നെടുക്കുമ്പോൾ വെള്ളത്തിൻ്റെ കുഴിയുള്ള ഭാഗം മെഷറിംഗ് സിലിണ്ടറിൻ്റെ 5 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന അതേ ലെവലിൽ ആണ് എന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം സാമ്പിൾ ടെസ്റ്റ് ട്യൂബിലേക്ക് ഒഴിക്കുക. ഇനി PR1 എന്ന് പറയുന്ന റിയേജൻ്റ് ആണ് ആവശ്യം. PR1 എന്ന് പറയുന്ന റിയേജൻ്റ് ഉപയോഗിച്ച് ഒരു ഡ്രോപ്പർ റിൻസ് ചെയ്യുക. ശേഷം PR1 എന്ന റിയേജൻ്റ് അല്പം ഡ്രോപ്പറിൽ എടുക്കുക. സാമ്പിളിലേക്ക് 5 തുള്ളി ഒഴിക്കുക. സാമ്പിൾ നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം PR2 എന്ന റിയേജൻ്റ് ഉപയോഗിച്ച് മറ്റൊരു ഡ്രോപ്പർ റിൻസ് ചെയ്യുക. അല്പം റിയേജൻ്റ് ഡ്രോപ്പറിൽ എടുക്കുക. 1 തുള്ളി ടെസ്റ്റ് ട്യൂബിലേക്ക് ഒഴിക്കുക. വീണ്ടും ടെസ്റ്റ് ട്യൂബ് നന്നായി കുലുക്കുക. സാമ്പിൾ മിക്സ് ആയതിനു ശേഷം 2 മുതൽ 3 വരെ മിനിറ്റ് കാത്തിരിക്കേണ്ടതാണ് സാമ്പിളിൽ കളർ രൂപപ്പെട്ടു വരുന്നതിന് വേണ്ടി. അതിനുശേഷം ടെസ്റ്റിംഗ് കിറ്റിൽ ഫോസ്ഫേറ്റിൻ്റെ കളർ ചാർട്ട് നൽകിയിട്ടുണ്ട്. അതുമായി കമ്പയർ ചെയ്താൽ എന്താണ് നിങ്ങളുടെ സാമ്പിളിൻ്റെ ഫോസ്ഫേറ്റിൻ്റെ അളവ് ഇൻ മില്ലിഗ്രാംസ് പെർ ലിറ്റർ കിട്ടുന്നതാണ്. ഈ സാമ്പിളിൽ ഫോസ്ഫേറ്റ് ഇല്ലാത്തതിനാൽ കളർ ഒന്നും തന്നെ രൂപപ്പെട്ടിട്ടില്ല. അപ്പോൾ നമ്മുടെ വാല്യൂ 0 മില്ലിഗ്രാംസ് പെർ ലിറ്റർ ആണ്. ജലത്തിൽ ഫോസ്ഫേറ്റിൻ്റെ അളവ് 0.5 മില്ലിഗ്രാം പെർ ലിറ്റർ വരെ ആകാവുന്നതാണ്. അതിൽ കൂടുതൽ ഫോസ്ഫേറ്റ് കാണുന്ന ജലാശയങ്ങളെ നമുക്ക് കുമ്മായം ഉപയോഗിച്ച് നമുക്ക് ശുദ്ധീകരിക്കാവുന്നതാണ്. 1/2 കിലോ കുമ്മായം മണലുമായി മിക്സ് ചെയ്ത് കിഴിയായി കെട്ടി കിണറിൽ നിക്ഷേപിക്കുന്നതും ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്നതും ഈ ഫോസ്ഫേറ്റ് അതിൽ നിന്നും മാറിക്കിട്ടുന്നതിന് സഹായിക്കും. എന്നാൽ അമിതമായ ഫോസ്ഫേറ്റ് ഉള്ള ജലത്തിനെ നമുക്ക് റിവേഴ്സ് ഓസ്മോസിസ്, അയോൺ എക്സ്ചേഞ്ച് മുതലായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് ശുദ്ധീകരിക്കാവുന്നതാണ്.